എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം ദർശനവും വിമർശനവും എന്ന് പറയുന്ന ഈ പരിപാടി ഇപ്പോൾ 6 ഭാഗം പിന്നിട്ടിരിക്കുക. ഇപ്പോൾ 7ാമത്തെ ഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പരീക്ഷിത് രാജാവിൻ്റെ ജനനവും മരണവും എന്ന വിഷയത്തിലാണ്. ആ കഥ ചെന്നെത്തി നിൽക്കുന്നത് കശ്യപ മഹർഷി പരീക്ഷിത് രാജാവിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം നടത്തുന്നതും തക്ഷകൻ അദ്ദേഹത്തിന് സമ്പത്ത് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ അതിൽ നിന്നും പിന്തിരിപ്പിച്ച് അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നതും അവിടെ വെച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നിർത്തിയത്. ഇത് കഴിഞ്ഞതിന് ശേഷം തക്ഷകൻ പരീക്ഷിത് രാജാവിൻ്റെ അടുക്കിലേക്ക് ഈ ശാപഗ്രസ്തനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ആ പറഞ്ഞ രീതിയിലുള്ള സംഭവം നടക്കണം. അപ്പം അതിനു വേണ്ടിയിട്ട് പരീക്ഷിത് രാജാവിനെ വധിക്കുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഗംഗാതീരത്ത് വരുമ്പോൾ അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നത് ഈ ഒറ്റ തൂണിൽ നിൽക്കുന്ന കൊട്ടാരവും അതിലെ എല്ലാ തരത്തിലുമുള്ള സംവിധാനങ്ങളും സജ്ജീകരിച്ചിരിക്കുന്നതുമാണ്. ഒരു പ്രാണിക്ക് പോലും അകത്തേക്ക് കയറാൻ സാധിക്കാത്ത വിധം അതിൻ്റെ സുരക്ഷ സജ്ജീകരിച്ചിരിക്കുക. തക്ഷകൻ ആ നിമിഷം തന്നെ തക്ഷകൻ്റെ സൈന്യങ്ങളെ വിളിക്കുകയാണ്. എല്ലാവരും നാഗങ്ങളാണല്ലോ. അവരെ വിളിച്ചുകൊണ്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ ബ്രാഹ്മണരുടെ വേഷം ധരിച്ചിട്ട് ഞാൻ തരുന്ന ഈ പഴങ്ങൾ രാജാവിന് കൊണ്ടുകൊടുക്കുക. ഇതാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾക്ക് കൊടുക്കുന്ന നിർദ്ദേശം. അതനുസരിച്ച് ഈ ബ്രാഹ്മണരായി വേഷം മാറിയിട്ടുള്ള നാഗങ്ങൾ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാൻ അനുമതി ചോദിക്കുന്നു. ബ്രാഹ്മണരായതുകൊണ്ട് ആ അനുമതി അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അവർ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്നു. മഹാരാജാവിനെ എല്ലാ അർത്ഥത്തിലും അവർ പുകഴ്ത്തിക്കൊണ്ട് അവർ ഈ കൊണ്ടുവന്നിട്ടുള്ള പഴങ്ങൾ മഹാരാജാവിനെ സമ്മാനിക്കുന്നു. മഹാരാജാവ് വളരെ ഉപചാരപൂർവ്വം തന്നെയാണ് ബ്രാഹ്മണരെ സ്വീകരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ വെച്ച് അന്നത്തെ ദിവസം ഈ 7 ദിവസം തികയണം. അന്ന് 7 ദിവസം തികയണം. ഏതാണ്ടൊരു അസ്തമയത്തിൻ്റെ സമയത്തോട് അടുക്കുന്നു. ഈ ഒരു ഘട്ടം വന്നപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു രീതി അസ്തമയം കഴിഞ്ഞാൽ ആ ദിവസം അവസാനിച്ചു എന്നാണ്. അപ്പോൾ ഏതാണ്ട് അസ്തമയത്തിൻ്റെ സമയത്തോട് അടുക്കുന്ന സമയത്ത് പരീക്ഷിത് രാജാവിനുള്ള പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹത്തിനുണ്ടായിരുന്ന ഭയം. ആ ഭയം മൂലമാണല്ലോ ഇങ്ങനെ ഒരു കൊട്ടാരം നിർമ്മിക്കാനുള്ള സാഹചര്യം ഒക്കെ ഉണ്ടായത്. രണ്ടാമത്തത്, ആ ശാപത്തിൽ നിന്നും അദ്ദേഹം മുക്തനാകുമെന്നുള്ള അമിതമായ ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസത്തിൽ നിന്നുമാണ് അദ്ദേഹത്തിൻ്റെ മരണം ഉത്ഭവിക്കുന്നത് തന്നെ. ഒരു അഹങ്കാര രീതിയിലാണ് അദ്ദേഹം അവിടെ വെച്ച് സംസാരിക്കുന്നത്. ഈ അസ്തമയത്തിൻ്റെ സമയമായി ഇതുവരെയും തക്ഷകൻ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ശാപം ഇനി ഫലിക്കില്ല എന്ന വിശ്വാസത്തോടു കൂടി ഈ ബ്രാഹ്മണർ കൊണ്ടുവന്നിട്ടുള്ള പഴങ്ങളിൽ നിന്നും ഒരു പഴം പരീക്ഷിത് രാജാവ് എടുത്ത് അത് മുറിക്കുകയാണ്. അത് മുറിച്ച് നോക്കുമ്പോൾ അത് കഴിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ അതിനകത്ത് ചെറിയൊരു പുഴു ഇരിപ്പുണ്ട്. ഈ പുഴുവിനെ കണ്ടപ്പോൾ പരീക്ഷിത് രാജാവ് വളരെ പരിഹാസരൂപേണ തക്ഷകനെ പരിഹസിക്കും. തക്ഷകൻ എന്ന് പറയുന്ന നാഗം എന്നെ വധിക്കുമെന്നുള്ള ശാപം ഇനി നടക്കില്ല. കാരണം തക്ഷകന്റെ സ്ഥാനത്ത് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു പുഴുവാണ്. അതുകൊണ്ട് തന്നെ സമയം ഏകദേശം ആയിരിക്കുന്നു. ഇനി ആ ശാപം എന്നെ ഗ്രസിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ പുഴുവിനെ എടുത്തിട്ട് തോളിൽ വെച്ചുകൊണ്ടിട്ട് അദ്ദേഹം അമിതമായ ആത്മവിശ്വാസത്തോടു കൂടി അദ്ദേഹം പറയുകയാണ്, ഈ പുഴുവിന് ഞാൻ തക്ഷകൻ എന്ന് പേരിടുക. കാരണം അങ്ങനെയെങ്കിലും തക്ഷകൻ്റെ തക്ഷകൻ വഴി നടക്കുമെന്ന് പറയുന്ന കാര്യം അങ്ങനെയെങ്കിലും നടക്കട്ടെ എന്നൊക്കെ ഒരു പരിഹാസ രൂപേണ അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഈ പുഴുവിനെടുത്ത് കഴുത്തിൽ വെച്ചിട്ട് അട്ടഹസിക്കും. ഈ സമയം ഈ കഴുത്തിൽ കിടക്കുന്ന പുഴു പെട്ടെന്ന് അതിൻ്റെ രൂപം മാറുകയും ഹിമാകാരമായിട്ടുള്ള ഒരു രൂപത്തിലേക്ക് അത്
ആ നിമിഷം തന്നെ രൂപാന്തരം ചെയ്യപ്പെടുക. യഥാർത്ഥത്തിൽ തക്ഷകനായിരുന്നു ആ പുഴുവായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഈ തക്ഷകൻ എന്ന് പറയുന്ന നാഗം അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ചുറ്റി വരിഞ്ഞ് പരീക്ഷത്തിൻ്റെ മൂർധാവിൽ കൊത്തുക. ഇത് സംഭവിക്കുന്നതോടുകൂടിയാണ് പരീക്ഷത്തിൻ്റെ മരണം സംഭവിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞിരുന്നു, മരണമാസന്നമായാൽ ഏത് ഇരുമ്പിൻ ചട്ടക്കൂട്ടിലാണെങ്കിലും ശരി, ഏത് കോട്ടപ്പൊത്തളങ്ങളിലാണെങ്കിലും ശരി, ഏത് ഗർത്തത്തിൽ പോയി ഒളിച്ചാലും ശരി, ആ മരണം അവരുടെ പിടികൂടുക തന്നെ എന്നതിനെ നമ്മൾ ഉദാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ നല്ലൊരു കഥയും നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞിരുന്നു. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. പരീക്ഷത്ത് അത്രയെല്ലാം സജ്ജീകരണങ്ങൾ നടത്തിയിട്ട് പരീക്ഷത്ത് തക്ഷകനാൽ വധിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ആ രാജഭരണം ഏറ്റെടുക്കുന്നത് ജനമേജയനാണ്. സ്വാഭാവികമായും ജനമേജയന് നാഗങ്ങളോടുള്ള ദേഷ്യമുണ്ട്, ശത്രുതയുണ്ട്. ആ ശത്രുതയ്ക്ക് ഒന്നുകൂടി ആക്കം കൂട്ടുകയാണ്. ഉത്തങ്കൻ എന്ന് പറയുന്ന കഥാപാത്രം നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു. ഉത്തങ്കൻ എന്ന് പറയുന്ന കഥാപാത്രം അവിടെ എത്തിച്ചേരുകയും ഈ നാഗയജ്ഞം നടത്തുന്നതിന് വേണ്ടിയിട്ട് പ്രേരണ നൽകുകയും ചെയ്യും. അങ്ങനെയാണ് ആ നാഗയജ്ഞം നടക്കുന്നത്. ഈ കഥ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുമ്പോഴും ഈ കഥയിലേക്ക് വീണ്ടും അടുത്ത കഥകൾ കൊണ്ട് അതിൻ്റെ ഒരു 2-3 സെക്ഷനുകൾ കഴിയുമ്പോൾ തിരിച്ച് ജനമേജയന്റെ അടുക്കൽ തന്നെ എത്തുന്നുണ്ട്. കാരണം ഈ നാഗയജ്ഞത്തെ തടയുന്നത് ഒരു നാഗം തന്നെയാണ്. ഒരു നാഗം വന്നിട്ടാണ് ആ നാഗയജ്ഞത്തെ തടയുന്നത്. ഇത് ചെയ്യരുത്, ഇത് വിശ്വത്തിലെ എല്ലാ സൃഷ്ടികൾക്കും അതിൻ്റെതായ പ്രത്യേകതയും പ്രാധാന്യങ്ങളുമുണ്ട്, താങ്കൾ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഒരു നാഗം തന്നെയാണ് അവിടെ വന്ന് ഇതിനെ തടയുന്നതും. ആ ഘട്ടത്തിലേക്ക് ഇതിനെ കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ട് പരീക്ഷിത് രാജാവിൻ്റെ ഈ കഥ അവിടെ വെച്ച് അവസാനിച്ച് പിന്നെ അടുത്ത കഥയിലേക്ക് വരുന്നത് രുരു എന്ന് പറയുന്ന ഒരു താമസൻ്റെ ഇതാണ്. രുരു എന്ന് പറയുമ്പോൾ തന്നെ രുരു എന്ന് പറഞ്ഞാൽ രോദനം ചെയ്യുന്ന, കരഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്നാണ്. അത് കരഞ്ഞുകൊണ്ടിരിക്കുന്നയാൾ എന്നാണ് അതിന് അർത്ഥമാക്കുന്നത്. ഈ രുരു എന്ന് പറയുന്ന താപസൻ, അദ്ദേഹം പ്രമതി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് പ്രമതി എന്നാണ്. യഥാർത്ഥത്തിൽ ഇവരുടെ ഒരു പരമ്പര തന്നെ വളരെ വലിയ തരത്തിലുള്ള ഈ മഹർഷിമാരുടെ പരമ്പരയിൽ വരുന്നതാണ്. അപ്പോൾ ഒരു കാട്ടിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു താമസന്മാർ പൊതുവെ കാട്ടിലൂടെയുള്ള അവരുടെ സഞ്ചാരപഥങ്ങൾ മിക്കവാറും കാടുകളായിരിക്കും. നഗരങ്ങളിലേക്കുള്ള പ്രവേശനം വളരെ കുറവായിരിക്കും. അങ്ങനെ കാട്ടിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു സുന്ദരിയായ ഒരു സ്ത്രീയെ കാണും. ദീപസുന്ദരി, അപ്സരസാണോ എന്ന് പോലും സംശയിക്കും വിധം വളരെ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ. ഒരു അവരുടെ അടുക്കൽ ചെന്ന് അവരുടെ നാമം ചോദിക്കുന്നു. പ്രമദ്വര എന്നാണ് ആ സ്ത്രീയുടെ പേര്. അവരെ വിശ്വാസു എന്ന് പറയുന്ന താപസൻ എടുത്തു വളർത്തിയിട്ടുള്ള കുട്ടിയാണ് ഈ പ്രമദ്വര എന്ന് പറയുന്നത്. പ്രമദ്വര എന്ന് പറഞ്ഞാൽ തന്നെ അശ്രദ്ധയുള്ളവൾ എന്നാണ്, ശ്രദ്ധയില്ലാത്തവൾ എന്നാണ്. അപ്പോൾ പ്രമദ്വര വിശ്വാസുവിൻ്റെ വളർത്തുപുത്രിയാണ്. അതിനോടൊപ്പം തന്നെ സ്ഥൂലകേശുവാണ്, സ്ഥൂലകേശുവിൻ്റെ മകളാണ്. സ്ഥൂലകേശുവിൻ്റെയും അപ്സരസായ മേനകയുടെയും മകളാണ് പ്രമദ്വര. ഈ പ്രമദ്വരയോട് തൻ്റെ പ്രണയാഭ്യർത്ഥന നടത്തുകയാണ്. ഇരുവരും പ്രണയത്തിലാവുക. ഈ പ്രണയം കുറെ കാലം ഇവർ തമ്മിലുള്ള പ്രണയം വളരെ ദിവ്യമായൊരു പ്രണയമാണ്. എനിക്ക് തോന്നുന്നു മഹാഭാരത കഥയിലെ ഇത്രയും വളരെ ദിവ്യമായ ഒരു പ്രണയത്തെ സംബന്ധിച്ചിട്ടുള്ള കഥകൾ വേറെ ഉണ്ട്. ഇപ്പോൾ നളദമയന്തിമാരുടെ കഥകളുണ്ട്, ശകുന്തളയുടേതുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രണയകഥയാണ്. ഇങ്ങനെ ഇവർ തമ്മിലുള്ള പ്രണയം നടക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കലേ പ്രമദ്വരയും തൻ്റെ സഖിമാരോടൊപ്പം പൂജയ്ക്ക് പൂക്കൾ പറിക്കുന്നതിന് വേണ്ടിയിട്ട് പൂങ്കാവനത്തിലേക്ക് വരികയാണ്. തോട്ടം ഇതൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഭാഗങ്ങളിൽ പൂക്കൾ നന്നായി നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ പൂക്കൾ പറിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് അറിയാതെ ഒരു നാഗത്തിൻ്റെ ദേഹത്ത് ചവിട്ടുക. പ്രമദ്വര ചവിട്ട് കിട്ടിയ ഉടനെ തന്നെ ഈ നാഗം പ്രമദ്വരയെ ദംശിക്കുകയും ചെയ്യും. ഉടൻ തന്നെ പ്രമദ്വര അവിടെ വീഴുന്നു. പ്രമദ്വരയുടെ സഖ്യന്മാർ ആശ്രമത്തിലേക്ക് തിരിഞ്ഞോടുന്നു. ആശ്രമത്തിൽ ചെന്ന് വിവരം അറിയിക്കുന്നു. ആശ്രമത്തിൽ നിന്നും ആളുകൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ പ്രമദ്വര മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. വിഷം
കാരണം ഉഗ്രവിഷമുള്ള പാമ്പായിരുന്നു. ഇത് രുരു അറിഞ്ഞിട്ട് രുരു കാട്ടിലേക്ക് ഓടിപ്പോവാണ്. പിന്നെ രുരുവിന് ജീവിക്കണമെന്നുള്ള ഒരു തരത്തിലുമുള്ള മോഹവുമില്ല. രുരുവിന് പിന്നെ മരിച്ചാൽ മതി, എങ്ങനെയെങ്കിലും മരണപ്പെടണം, അങ്ങനെയെങ്കിലും ബ്രഹ്മത്തുരയുടെ അടുക്കിലേക്ക് എത്തണം. ഈ സങ്കടം സഹിക്കവയ്യാതെ ഇങ്ങനെ കരച്ചിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒന്നല്ല രണ്ടല്ല ദിവസങ്ങളോളം ഈ കരച്ചിലിങ്ങനെ തുടർന്നുകൊണ്ട് അതിലൂടെ ഇദ്ദേഹം മരണപ്പെടും എന്ന ഘട്ടമെത്തുമ്പോൾ ഒരു ദേവൻ പ്രത്യക്ഷപ്പെടുകയാണ് രുരുവിൻ്റെ അടുത്ത്. എന്നിട്ട് രുരുവിനെ ഈ ദേവൻ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തും. ഇത് ദൈവഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണല്ലോ നടക്കുന്നത്. ഇത് ആരുടെയും ഒരു വ്യക്തിയുടെയും ജനനവും മരണവും ആരുടെയും പക്കലല്ലല്ലോ, അത് നിർണിതമായിട്ടുള്ള ഒരവസ്ഥയല്ലേ, അത് താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതല്ലല്ലോ എന്ന് പറയുമ്പോൾ രുരു പറയുന്നുണ്ട്. കാരണം രുരു വേദാന്തിയാണ്, ഈ താപസനാണ്, ഇതൊക്കെ രുരുവിന് അറിയാമെങ്കിലും ഈ അവസ്ഥയിൽ നിന്നും, ഈ ഒരു സങ്കടാവസ്ഥയിൽ നിന്നും രുരുവിന് ഈ കവർ ചെയ്യാൻ കഴിയുന്നില്ല. രുരു പറയുന്നുണ്ട് ഇതൊക്കെ എനിക്കറിയാം, പക്ഷെ എനിക്കിതിൽ നിന്നും ഒരു മോചനമില്ല. ആത്മഹത്യ ചെയ്യാമെന്ന് കരുതിയാൽ അത് ശരിയായ രീതിയല്ല. എൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടുകയില്ല, എൻ്റെ മോക്ഷത്തിനുള്ള നിദാനമാവുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എനിക്ക് എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഈ ദേവൻ ചോദിക്കുന്ന ഒരു ഓപ്ഷൻ വെക്കുകയാണ് അവിടെ. ദേവൻ പറയാണ്, താങ്കളുടെ ആയുസിൻ്റെ പകുതി കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ പ്രമദ്വരെ പുനർജീവിപ്പിക്കും. ഇത് ഈ ഒരു ഓപ്ഷൻ വെക്കുന്നതോടുകൂടി രുരുവിന് വലിയ സന്തോഷമാവും. രുരു പറഞ്ഞു, എൻ്റെ ജീവൻ തന്നെ ഞാൻ കൊടുത്തേക്കാം, എനിക്കവിടെ തിരിച്ചു കിട്ടുമെങ്കിൽ. ഇങ്ങനെ ഇവർ തമ്മിലുള്ള സംസാരത്തിനിടക്ക് യമദേവനുമായി സംസാരിച്ച് രുരുവിന് ഇപ്പോൾ ഉദ്ദേശം ഒരു 10 വർഷം കൂടി രുരുവിന് ആയുസ്സുണ്ടെന്നുണ്ടെങ്കിൽ അത് 5 വർഷമായി കുറയും. 2 പേർക്കും 5 വർഷം 2 പേർക്കും ജീവിക്കാം. ആ ഒരവസ്ഥയിൽ യമദേവൻ അത് അനുവദിച്ചു കൊടുക്കുകയാണ്. ആ 2 പേരും വളരെ സന്തോഷത്തോടുകൂടി തൻ്റെ ജീവൻ്റെ പാതി കൊടുത്ത് തൻ്റെ പ്രണയിനിയെ തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ഇത് കഴിഞ്ഞതിന് ശേഷം രുരുവിന് പിന്നെ നാഗങ്ങളോടുള്ള ശത്രുത വർദ്ധിക്കുക. നമ്മൾ നേരത്തെ ഉത്തങ്കൻ്റെ കഥ പറഞ്ഞതുപോലെ തന്നെ നാഗങ്ങളെ കണ്ടാൽ എവിടെ വെച്ചും കൊല്ലും, ആ ഒരവസ്ഥയിലാണ്. അങ്ങനെ രുരു എപ്പോൾ കണ്ടാലും രുരുവിൻ്റെ കയ്യിലൊരു വടിയുണ്ടാവും, നാഗങ്ങളെ തല്ലിക്കൊല്ലും. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഒരിക്കലും ഒരു നാഗത്തെ കാണും. ആ കാണുന്ന സമയത്ത് വടി കൊണ്ടടിച്ച് അതിനെ കൊല്ലാൻ വേണ്ടി പോകുമ്പോൾ ആ നാഗം സംസാരിക്കും, അരുത്, അങ്ങനോട് ഇത്തരണത്തിൽ പ്രവർത്തിക്കരുത്, ഞാൻ അങ്ങ് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള നാഗമല്ല, എനിക്ക് യാതൊരുവിധ തരത്തിലുമുള്ള വിഷാംശവുമില്ല, ഞാൻ ചേരയാണ്, ഞാൻ അങ്ങയെപ്പോലെ തന്നെ ഞാനൊരു മുനികുമാരനായിരുന്നു, ഞാൻ ശാപഗ്രസ്തനായി ഞാൻ ചേരയായി പോയതാണെന്ന് പറയുമ്പോൾ ഒരു ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയുമ്പോൾ ഇദ്ദേഹം ചേരയായതിൻ്റെ കഥ പറയും. ചേരയായതിൻ്റെ കഥ പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, കഗമൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് താപസനാണ്. അഗ്നിപൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ പൂജക്ക് ഭംഗം വരുത്താൻ ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ല. ഈ ചേരയായ വ്യക്തി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടൊപ്പം പുല്ലുകൊണ്ട് ഒരു നാഗത്തെ ഉണ്ടാക്കി പൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന ഖഗമൻ്റെ ദേഹത്തേക്ക് ഇടുക. ഖഗമൻ നാഗമാണെന്ന് കരുതി അവിടെ നിന്നും ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു പുല്ലിൻ്റെ ഒരു കൃത്രിമമായിട്ട് നിർമ്മിക്കപ്പെട്ട ഒരു പാമ്പാണെന്ന് മനസ്സിലാക്കുകയും തൻ്റെ പൂജയ്ക്ക് ഭംഗം വരുത്തി എന്ന കാരണത്താൽ തൻ്റെ സുഹൃത്തിനെ ശപിക്കുക. നീ ഈ നിമിഷം മുതൽ വിഷമില്ലാത്ത ഒരു ചേരയായി മാറട്ടെ എന്ന് പറഞ്ഞു, ഒരു പാമ്പായി മാറട്ടെ എന്ന്. കാരണം അത് പ്രതീകാത്മകമായിട്ടാണ് ആ ഒരു ശാപം കൊടുക്കുന്നത്. ശാപഗ്രസ്തനായ ഉടനെ തന്നെ ഇദ്ദേഹം ശാപമോക്ഷത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നുണ്ട്, ഖഗമൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്നു. ഖഗമനോട് പറയുന്നത്, എനിക്ക് ദയവ് ചെയ്ത് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചതല്ല, ഒരു കേളി എന്ന നിലക്ക് മാത്രമാണ് ഞാൻ ചെയ്തത്, അതുകൊണ്ട് എനിക്ക് ശാപമോക്ഷം തരണമെന്ന് പറയുമ്പോൾ ഖഗമൻ ശാപമോക്ഷം നിർദ്ദേശിക്കുന്നത് രുരു എന്ന് പറഞ്ഞ ഒരു താപസന്റെ മുൻപിൽ നീ എത്തിച്ചേരുന്ന സമയം ആ താപസനെ നീ ദർശിക്കുന്ന മാത്രമേ അതൊക്കെ ശാപമോക്ഷം കിട്ടും എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ
ലുലുവിൻ്റെ മുൻപിലെത്തിയിട്ടുള്ള ഈ ചേരയ്ക്ക് അതുവഴി ശാപമോക്ഷവും കിട്ടുക. ഇവിടെ ഈ കഥയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇനി അടുത്ത കഥയിലേക്ക് പോകുന്നത് ജരൽക്കാരു എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയിലേക്കാണ്. അതും ഇതുപോലെ തന്നെ താമസനായിട്ടുള്ള ഒരു വ്യക്തിയിലേക്കാണ്. ജരൽക്കാരു വഴിയാണ് ഈ സംഭവം നമ്മൾ എവിടെയാണോ തുടങ്ങിയത് ആ തുടങ്ങിയിടത്തേക്ക് നമ്മൾ തിരിച്ച് പ്രവേശിക്കും. എവിടെ? ജനമേജയന്റെ സർപ്പസത്രത്തിലേക്ക് നമ്മൾ തിരിച്ച് പ്രവേശിക്കും ഈ ജരൽക്കാരു വഴി. ഈ ജരൽക്കാരു എന്നുള്ള നാമം പോലും ജലത്തെ കാരുന്ന, അതായത് പാരമ്പര്യത്തെ നിലനിർത്തുന്നവർ, അങ്ങനെയൊക്കെ അതിനകത്ത് അർത്ഥം പറയാം. ഈ ജരൽക്കാരു താപസനാണ്, സഞ്ചാരിയാണ്. അതിനോടൊപ്പം യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അതൊക്കെ നിർവഹിക്കാൻ വലിയ താല്പര്യമില്ലാത്തയാളാണ്. പൊതുവെ അങ്ങനെ ആയിരിക്കുമല്ലോ. താപസരെന്ന് പറയുമ്പോൾ സർവസംഘ പരിത്യാഗികളാണ്. അവർ കർമ്മപദം ഉപേക്ഷിച്ചുകൊണ്ട് ആത്മീയമായൊരു മാർഗം തേടുന്ന ആളുകളാണ്. അത് മഹാഭാരത കഥയിൽ തന്നെ ഈ ഗീതോപദേശത്തിൻ്റെ സമയത്ത് അർജുനൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, ഇത്രയൊക്കെ പ്രശ്നം കർമ്മപദത്തിലുണ്ട് എങ്കിൽ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് സർവസംഘ പരിത്യാഗിയായി പോകുന്നതല്ലേ മാധവ നല്ലത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് മാധവനായ, ഗോവിന്ദനായ, വാസുദേവനായ ശ്രീകൃഷ്ണൻ പറയുന്ന മറുപടി, ധർമ്മം അറിയാവുന്നവർ കർമ്മരംഗം പരിത്യജിച്ചുകൊണ്ട് സർവസംഘ പരിത്യാഗിയായി അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ അധർമ്മികൾ രാജ്യം ഭരിക്കും. അധർമ്മികൾ രാജ്യം ഭരിക്കുമ്പോൾ രാജ്യത്ത് അധർമ്മം പെരുക്കും. ഇത് ചെറിയൊരു സന്ദേശമല്ല, ഇത് വളരെ വലിയൊരു സന്ദേശമാണ്. കാരണം ധർമ്മിഷ്ഠരായിട്ടുള്ള ആളുകളാണല്ലോ പൊതുവെ സർവസംഘ പരിത്യാഗികൾ എന്ന് പറഞ്ഞ ധർമ്മിഷ്ഠരായിട്ടുള്ള ആളുകൾ. ഒരു കർമ്മരംഗം പരിത്യജിച്ചുകൊണ്ട് അവർ സന്യാസ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായും അധർമ്മികളായ, ധർമ്മം അറിയാവുന്ന ആളുകൾ മുഴുവൻ സന്യാസത്തിലേക്ക് പോയാൽ അധർമ്മകാരികളായിരിക്കും രാജ്യഭരണത്തിലേക്ക് വരിക. അപ്പോഴാണ് യഥോ രാജ തഥോ പ്രജ എന്ന് പറയുന്ന ആ സംഭവം. ഇത് ഈ രാജാവ്, അധർമ്മിയായിട്ടുള്ള രാജാവ് രാജ്യം ഭരിക്കുമെന്ന് ഒരു ഉപദേശവും കൊടുക്കുന്നത്. എന്നതുപോലെ തന്നെ ഈ ജനൽക്കാരു യഥാർത്ഥത്തിൽ ഇത്തരം ഉത്തരവാദിത്തങ്ങളൊന്നും സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറല്ല. ഈ കുറഞ്ഞ പക്ഷം ഒരു വിവാഹം കഴിക്കാൻ പോലും അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നിരിക്കെ അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഒരു ദർശനം ഉണ്ടാവുകയാണ്. ഇനി അത് ദർശനമാണോ അല്ലെങ്കിൽ അദ്ദേഹം അത് കാണുകയാണ്. അതായത് ഒരു ഈ പർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്ന ഒരു വൃക്ഷത്തിൽ ഈ പുൽക്കൊടികൾ തൂങ്ങിക്കിടപ്പുണ്ട്. ഈ പുൽക്കൊടിയിൽ പിടിച്ചുകൊണ്ട് ഈ കുറച്ച് ആത്മാക്കൾ തൂങ്ങിക്കിടന്ന് അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, അവർ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പുൽക്കൊടികളിലെ തുമ്പിലാവട്ടെ ഒരു എലി അതിനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കും. ഇത് കണ്ടതോടുകൂടി ഇദ്ദേഹത്തിന് വളരെ അത്ഭുതമായി. ഇദ്ദേഹം അവിടെ വന്നിട്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുന്നത്? എന്താണ് നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാവാൻ എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ ഈ തൂങ്ങിക്കൊടുക്കുന്ന ആത്മാക്കൾ പറയുന്നൊരു മറുപടിയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ജരൽക്കാരു എന്ന് പറഞ്ഞിട്ട് ഉള്ള വ്യക്തി ഞങ്ങളുടെ പരമ്പര നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനം അവൻ നടത്തുന്നില്ല. അവൻ വിവാഹം കഴിച്ച് ഈ പാരമ്പര്യത്തെ നിലനിർത്തിയാൽ മാത്രമേ ഞങ്ങൾക്ക് മോക്ഷം ലഭിക്കുകയുള്ളൂ. അവൻ വിവാഹം കഴിക്കുന്ന കാലത്തോളം അല്ലെങ്കിൽ അവന് സന്താനം ഉണ്ടാകുന്നത് വരേക്കും ഞങ്ങൾക്ക് ഇതിൽ നിന്നും യാതൊരുവിധ മോചനമില്ലെന്ന് പറയുന്നു. ജനൽക്കാരും പറയുന്നുണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജനൽക്കാരും ഞാനാണെന്ന് പറയുന്നു. ജനൽക്കാരനോട് പറയണം, നീ വിവാഹം കഴിക്കണം, എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മോക്ഷം കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജനൽക്കാരു തിരിച്ച് അവരോട് പറയുന്നത്, ഞാൻ വിവാഹം കഴിക്കാം, പക്ഷേ അതിന് ചില നിബന്ധനകളുണ്ട്. കാരണം ഇത് സമ്മതിച്ചില്ല എങ്കിൽ ഒരു പക്ഷേ അവർ ശപിക്കുമോ എന്നുള്ള ഒരു ഭയം ജനൽക്കാരനുണ്ട്. അതുകൊണ്ട് ജനൽക്കാർ അവരോട് പറയണം, ഞാനത് സമ്മതിക്കണമെങ്കിൽ എൻ്റെ ചില നിർദ്ദേശങ്ങളും നിങ്ങൾ അംഗീകരിക്കണമെന്ന് പറയുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൽ ഏകദേശം സമയമായി. നമുക്കിതിവിടെ വെച്ച് അവസാനിപ്പിക്കാം. ആ ഒരു സസ്പെൻസിൽ തന്നെ നിൽക്കട്ടെ. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം.
അപ്പോൾ ഇത് 7ാമത്തെ ഭാഗമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഇനി അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പറയാം. എല്ലാവർക്കും നമസ്കാരം.